അതെ അതെ അങ്ങനെ തന്നെയാണ്. ഈ തള്ള വൈബിന്റെ എപ്പോഴാണല്ലോ ഞാൻ ഈ ക്യാമ്പസ് ടൂർ എടുക്കുന്നത്. അത് നല്ല നല്ല പിള്ളേരുള്ളിടത്ത് വരൂല, എസ്പെഷ്യലി എന്നെ പോലെ. പുറത്തുനിന്ന് കാണുന്ന നമുക്ക് ഇത്ര അടിപൊളിയാണോ എന്നുള്ളത്, പക്ഷെ നമ്മൾ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഗെറ്റ് ദാറ്റ്. ഒരു ദിവസം ചില്ലി ചിക്കൻ ആണെങ്കിൽ അഫ്ഗാനി ചിക്കൻ, പിന്നെ അഫ്ഗാനി ചിക്കൻ. ഞങ്ങളുടെ ഡാഡി ഇത് അറിഞ്ഞാറുണ്ടല്ലോ. സാർ പറഞ്ഞിട്ടുണ്ട്, നീ ആ 3 മണിക്കൂർ നിനക്കറിയാവുന്ന എഴുതി വെച്ചിട്ട് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യാൻ ഞാനൊന്നും ആൾക്കാരില്ല. കേരളത്തിലെ ഒരു മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പൂമല ഡാമും. ഈ പൂമല എന്ന് പറഞ്ഞ മൊത്തം പ്രദേശവും നോക്കി എന്തൊരു ബ്യൂട്ടിഫുൾ, കാം, ക്വയറ്റ്, സൈലന്റ്, അടിപൊളി ഒരു ആംബിയൻസ് തന്നെ അല്ലേ? കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ക്യാമ്പസിന്റെ അത്ര വൈബൊന്നും എന്തായാലും ഇല്ല. അതേത് ക്യാമ്പസ്? നമ്മുടെ ക്യാമ്പസ് എത്ര ദൂരം? കുറച്ച് ദൂരേ ഉള്ളൂ. എത്ര ഉണ്ട്? ഒരു 500 മീറ്റർ. സോ നമുക്ക് ആ ക്യാമ്പസിലേക്ക് ഒന്ന് ഓടിപ്പോയി നോക്കാം, ഇതിനെക്കാട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരെ ക്യാമ്പസ് ഏതാണെന്ന്. ആൻഡ് ഓൾസോ ഈ ഒരു പൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഈ ഒരു ബൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ഒരു ബൊക്കെ അല്ല, ഇത് ഇല്ലുമിനാണ്ടി ബൊക്കെയാണ്. ഈ ഇല്ലുമിനാണ്ടി എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് ആരെ ഓർമ്മ വരുന്നത്? ഒരു വ്യക്തിനെ ഓർമ്മ വരുന്നുണ്ടോ? ഫഹദ് ഫാസിലിനെയോ? അതെന്തുകൊണ്ടാ ഫഹദ് ഫാസില്? അതിപ്പോ ആവേശം കണ്ടവർക്കൊക്കെ അതല്ലേ. ആ അങ്ങനെ നോടി. ഇതാണ് പൂമലയെ വെല്ലുന്ന തൃശ്ശൂരിലെ എജുപോർട്ടിൻ്റെ നീറ്റ് ജെഇ റിപ്പീറ്റർ ക്യാമ്പസ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇവിടെ ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? അശ്വതിയാണ്. അശ്വതിൻ്റെ അപ്പുറം ഓടിച്ചിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാമ്പസ് വിശേഷങ്ങളൊന്ന് പെട്ടെന്ന് അറിയാം. ആൻഡ് ഇവിടെ ഒരു വർഷമായി വരൂ ഇവിടെ ഒരു വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റേഴ്സും ഉണ്ട്. അപ്പോൾ കുറച്ച് അകത്തുള്ള പോർഷനൊക്കെ നമുക്ക് റിപ്പീറ്റേഴ്സിനെ വെച്ച് ചെയ്യാം. ഇവിടെ പുറത്തുള്ള ഭംഗിയൊക്കെ അശ്വതി പറയും. അപ്പോൾ നമ്മളിപ്പോൾ എജുപോർട്ടിൻ്റെ പിന്നെ ഇങ്കലിലെ ക്യാമ്പസ് ടൂർ ചെയ്തിട്ടുണ്ട്, കൊണ്ടോട്ടി ഗേൾസ് ഓൺലി ക്യാമ്പസിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി കാണലുണ്ടോ എന്തെങ്കിലുമൊക്കെ? ഞാൻ എല്ലാം കാണും. ഞാൻ കൊണ്ടോട്ടി ക്യാമ്പസിന്റെ ഒരു വീഡിയോ ചെയ്തില്ലേ, അത് സുഹൈൽ സാറിന്റെ കൂടെ ചെയ്തു. ആദ്യം ചെയ്ത പണ്ട് ഒന്നും പറയാം, ഞാൻ ഇരുന്ന് അത് കണ്ട് ചിരിക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. സത്യം അതിനകത്ത് എന്താ നമുക്കിപ്പം വേണ്ട എല്ലാം ഉണ്ട്, ബട്ട് ചിരിയാണ് ഭയങ്കര ഇഷ്ടമാണ്. അതിലെന്താ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? അത് നിങ്ങള് എന്താ സ്ലൈഡിങ് ഡോറിന്റെ അവിടെ വന്നിട്ട് ഈ കരിങ്കാലി ചെയ്തില്ലേ, അതാ ഞാനിങ്ങനെ സ്കിപ്പ് അടിച്ചിട്ട് അത് കാണും. അപ്പൊ ഇനി ഈ ക്യാമ്പസ് ടൂറൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇനി വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് അതിൽ ഇങ്ങനെ ഇനി ഉണ്ടാവുന്ന? ഞാനിങ്ങനെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളിങ്ങനെ വിചാരിക്കത്തില്ലല്ലോ, ഞാൻ ഈ അടുത്ത ക്യാമ്പസ് ടൂറിൽ ഞാൻ തന്നെ ഒന്നും വിചാരിക്കില്ലല്ലോ. അല്ല, എൻ്റെ കൂടെ ക്യാമ്പസ് ടൂർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം പോലും ഇല്ല. അത്രയ്ക്ക് ഇനി അത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായി കണ്ടുപോയി എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് നീ പറഞ്ഞത്? അതെ അതെ അങ്ങനെ തന്നെയാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഈവനിങ് വൈബ്? എന്താണ് മൊത്തത്തിലുള്ള വൈബ്? എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര കൊയ്റ്റാണ്. അപ്പൊ നമ്മളിങ്ങനെ വേറെ ക്യാമ്പസ് ടൂറൊക്കെ കാണുമ്പോൾ ലൈക്ക് അവിടെയൊക്കെ എന്താ കൊള്ളാം, നല്ലതാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് തൃശ്ശൂരിൻ്റെ ക്യാമ്പസ് കുറച്ചുകൂടി എന്താ നമുക്കിങ്ങനെ വന്ന് നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ തന്നെ ഫിലിമിൽ കാണുന്ന ഒരു എൻജിനീയറിങ് കോളേജ്, അത്രയ്ക്ക് കാട്ട വൈബ് തന്നെ പറയണം. അപ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വന്നൊക്കെ ഇരിക്കലൊക്കെ ഉണ്ടോ? ഇടയ്ക്ക് വരും. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ 1-2 തവണയൊക്കെ ഇങ്ങനെ അവിടോട്ടൊക്കെ വന്നിരുന്നിട്ടുണ്ട്. കാണുമ്പോൾ അറിയാം, നല്ല ഭംഗിയാണ്. അങ്ങനെ വന്നിരുന്നിട്ട് ഇനി കണ്ടൊരു ബ്യൂട്ടിഫുൾ കാഴ്ചനെ കുറിച്ച് 2 വാക്ക്, ആ ഒരു ചിത്രം ഒന്ന് വരച്ച് കാണിക്കാമോ? നമുക്ക് ടൈം വളരെ കുറവാണ്, പെട്ടെന്ന് പറയണം. ചുരുങ്ങിയ സമയം. അതേ സിനിമയില അങ്ങനെ പറയുന്നത് അറിയാം? എനിക്കറിയില്ല, ഞാൻ സിനിമ കാണാറില്ല. ഒരു സിനിമ കാണില്ല ശരിക്കും. ഞാൻ വല്ലപ്പോഴും ആ സിനിമ കാണുന്നത്. നാണക്കേടാണ്, എന്നെ നാറ്റിക്കരുത്. അതെന്താ ഈ ഫിലിം കാണാത്തെ? എന്താ എനിക്കറിയില്ല, ഇടയ്ക്കൊക്കെ. ഈ തള്ള വൈബിന്റെ എപ്പോഴാണല്ലോ ഞാൻ ഈ ക്യാമ്പസ് ടൂർ എടുക്കുന്നത്. ആക്ച്വലി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഈ മറ്റേ ഗൂഗിൾ ഇമേജസിലൊക്കെ ഇങ്ങനെ ലോണെന്നോ അല്ല അങ്ങനെയൊക്കെ ഒരു കീവേഡ് അടിക്കുമ്പോൾ ഗൂഗിൾ ഇമേജസിൽ കുറേ ഫോട്ടോസ് വരും. ആ ഫോട്ടോ പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ അങ്ങോട്ട്. കറക്റ്റ് മനസ്സിലായില്ല, എന്തായാലും അതുപോലെ തന്നെ ഉണ്ട് ഈ ഒരു സ്ഥലം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്. ആൻഡ് അതല്ലേ ഞാൻ ചോദിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഇവിടെ വന്ന് ഇരുന്നിട്ട് ഇനി കണ്ട ഒരു കാഴ്ച, ആനയെ, കാട്ടുപോത്തിനെ, അങ്ങനെ എന്തെങ്കിലും? ആനേനെയും കാട്ടുപോത്തിനെ കണ്ട് എവിടെ ഉണ്ടാവും? പക്ഷേ അത് ഞാൻ വെറുതെ ഫണ്ടിന് പറഞ്ഞ കേട്ടോ. പറഞ്ഞോ, എന്താ കണ്ട്? എന്തെങ്കിലും കോയിനെയോ പൂച്ചനെയോ കണ്ടേ പറഞ്ഞാൽ? കോയും പൂച്ചൊന്നുമില്ല. ഇവിടെ ഉണ്ടല്ലോ ഇന്റർലോക്ക് ഇട്ടേക്കുന്നില്ലേ, അവിടെ കൂടെ മയില് നടന്നു പോയി. ഞാനിപ്പോ ആലോചിക്കുകയും ചെയ്തു, ഇവരിത് എടുക്കുന്നില്ല. അതായത് എജുപോർട്ട് ഇപ്പോൾ നമ്മൾ പോലും അറിയാതെ മയിലിനെ വളർത്തുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താ അറിയോ, എസ്കോള ക്യാമ്പസ് ടൂർ ചെയ്തപ്പോൾ അവിടെ ഒരു കുട്ടി മയിലിനെ കണ്ടു. അത് നല്ല നല്ല പിള്ളേരുള്ളിടത്ത് വരുമല്ലോ, എസ്പെഷ്യലി എന്നെ പോലെ.
നമ്മളിപ്പം സ്കൂളിൽ കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് സ്കൂളിൽ ടെക്സ്റ്റ് എടുക്കാത്ത സ്കൂളുകളുണ്ട്, ബയോളജി ഉൾപ്പെടെ. ഇപ്പം ഞാനൊക്കെ അതിൻ്റെ ഒരു ഇതാണ്. ഞങ്ങളുടെ സ്കൂളൊന്നും അങ്ങനെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പഠിത്തമില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ NCERT ഈസ് ദ ബൈബിൾ. നമ്മൾ അങ്ങനെ ഒരു ഒരു ഇതിലെന്താ ലെവലിലോട്ട് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും എന്താ ഇങ്ങനെ ഈ മറ്റേ പൊട്ടകിണറ്റിനകത്ത് നിന്ന് ആകാശം കാണുന്നവരാണ്. വി തിങ്ക് ദാറ്റ് ഈ സിലബസ് ഭയങ്കര ചെറുതാണ്, നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ വെൻ യു ഗെറ്റ് ടു ദാറ്റ് പോയിന്റ്, ലൈക്ക് അത്രയും എന്താ നമ്മളിങ്ങനെ ഇവിടെ വന്നിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒന്നും അധികം കണ്ടിട്ടില്ലാത്ത ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം പഠിക്കാനുണ്ട്. എല്ലാ വീഡിയോ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് ക്യാമ്പസ് ടൂർ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴൊക്കെ എല്ലാവരും പറയുന്നത് മെൻറ്റേഴ്സ് അടിപൊളിയാണ്, ഫാക്കൽറ്റീസ് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കൊരു ഇത്ര അടിപൊളിയാണോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഗെറ്റ് ദാറ്റ്. നമ്മളിപ്പം ഒരുപാട് ദൂരത്തു നിന്ന് വരും. ഇപ്പം എൻ്റെ റൂംമേറ്റ് കാസർഗോഡ് നിന്നാണ് വരുന്നത്, ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളൊക്കെ ഒരുപാട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് അത്രയും ഹോംലി ആയിട്ടുള്ള ഒരു ഫീല് തരാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ആൻഡ് പെർഫെക്റ്റ് ആണ്. ആ പണി വൃത്തിക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള പ്രഷർ ഉണ്ടാവും. ഇപ്പോൾ വാർഡൻസ് ആയാലും അല്ലെങ്കിൽ മെൻറ്റേഴ്സ് ആയാലും ഒക്കെ നമ്മളിങ്ങനെ പുഷ് ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് ഇവിടെ നമ്മൾ ഓൾറെഡി ഞാനൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് എക്സ്റ്റേണൽ സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല. ഞാൻ സ്വയം അങ്ങനെ എന്താ സ്ട്രെസ് ഇടുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ എനിക്കിനി അടുത്തൊരാളോട് സ്ട്രെസ് ചെയ്താൽ ഞാൻ സെത്ത് പോകും. മാർക്ക് കുറയുമ്പോഴൊക്കെ ആയാലും വന്ന് ചോദിക്കും എന്ത് പറ്റി, എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ ഇപ്രാവശ്യം മാർക്ക് കുറഞ്ഞല്ലോ, അതൊരിക്കലും നിനക്ക് മാർക്ക് കുറഞ്ഞു എന്നുള്ള രീതിയിലല്ല, എന്ത് പറ്റി അവരിങ്ങനെ സത്യം കാവ്യാത്മകത. ഇപ്പം ഞാനിങ്ങനെ ഓരോരുത്തർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുമ്പോഴായാലും അവിടെ നിന്ന് പഠിക്കുക അതിനപ്പുറം നമുക്കിപ്പം ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നംസ് ഉണ്ടാവുമല്ലോ. ഇങ്ങനെ എല്ലാവരും ഹോസ്റ്റലിൽ നിന്ന് വരുന്നവരല്ല. അപ്പം ഞാനെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിൽ കൂടി നിൽക്കാറില്ല. അങ്ങനെ എനിക്ക് പറ്റത്തില്ല അമ്മ ഇല്ലാണ്ട്. അമ്മന്റെ വീട്ടിൽ നിൽക്കോ? ഇല്ല, അമ്മന്റെ വീട്ടിൽ നിന്നില്ല. ഞാനെന്താ ഭയങ്കര അമ്മക്കുട്ടിയാണ്. അപ്പൊ എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് അമ്മുക്കുട്ടി എന്നാണോ വീട്ടിൽ വിളിക്കല്? അമ്മുക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. ശരിക്കും അമ്മൂന്നാ വിളിക്കുന്നത്. സത്യം കണ്ടോ, ഞാനത് ഒരു മൈൻഡ് റീഡർ ആണോ? ഇപ്പോൾ നമ്മളെ കൊണ്ടോട്ടി ക്യാമ്പസിൽ വിമാനം അതിനടുത്ത് കാണൽ, ബട്ട് ഹിയർ ഇറ്റ്സ് സൺ, ദ സൺ. ഇത്രയും അടുത്ത് സൂര്യനെ കാണാൻ പറ്റിയ വേറൊരു സ്ഥലം ഉണ്ടോന്ന് ഞാൻ ആശങ്കപ്പെടുക. സോ ഇതാണ് ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിലെ വരാന്ത. സെക്കൻഡ് ഫ്ലോറിൽ, തേർഡ് ഫ്ലോറിൽ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് പുറത്തേക്കുള്ള വ്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉയരം കൂടും തോറും എന്താണ് ചായയുടെ കടുപ്പം കൂടും. അതെ, ഈ വരാന്തൻ്റെ സൈഡിലൂടെ ഒക്കെ നല്ല ചെടികൾ കാണാം. ചെട്ടിയാണത്. എനിക്ക് ആകെ 1-2 പേരുകളെ അറിയൂ, ചെട്ടി, മന്ദാരം, തുളസി. പിന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ അതെനിക്കുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലെ ഏറ്റവും മെയിൻ ആള് ഞാനാണ് ഇത്. അപ്പം എന്നെ കാണാതെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണും. എന്നെ കാണാതെ അവര് ഫുഡ് പോലും കഴിക്കുന്നില്ല. വീട്ടിലൊന്നും വിളിച്ചു ഞാൻ വിളിച്ചു നോക്കി. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു നീ വരാത്തോണ്ട് വിഷുവിന് പായസം വെച്ചിരുന്നു. ഞാനിവിടെ പായസം കുടിച്ചിട്ട് നീ വരാത്തോണ്ട് ഫോണിൽ മാത്രം കാണുന്ന ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ ശരിക്കും എന്താണ് ആ ഒരു ഇത് തോന്നുക? എന്താ നമ്മളിങ്ങനെ ഓൺലൈനിൽ കണ്ട ആൾക്കാരെ നമ്മൾ റിയൽ ലൈഫിലോട്ട് കാണുമ്പോൾ ഞാനൊക്കെ എന്താ ആദ്യം വന്നപ്പോൾ ഏതോ വലിയ സംഭവം വന്നിരിക്കുന്നു പറ്റിപ്പോയി. സോ നമ്മളെ സ്റ്റഡി ഹാൾ അതുപോലെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി ഞാനൊരു റിപ്പീറ്ററിനെ ബുക്കാണ്. എന്താ പേരെന്താ? സത്യപ്രിയ. വീട് ആലപ്പുഴയാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ സ്റ്റഡി ഹാള്. ഇവിടെ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇതേ ഒരു അവസ്ഥയായിരിക്കും എപ്പോഴും. ഈ പിൻ ഡ്രോപ്പ് സൈലൻസ് അതാണ് ഇവിടുത്തെ ഒരു ക്വാളിറ്റി. അതാണ് ലേറ്റ് നൈറ്റ് സ്റ്റഡി അവൈലബിൾ ആണ്, ഏർലി മോർണിംഗ് അവൈലബിൾ ആണ്. അപ്പം ഏർലി മോർണിംഗിൽ എണ്ണിക്കുന്നവർ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പോയി കിടക്കും. ലേറ്റ് നൈറ്റ് ഒരു 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കലുണ്ട്. അതായത് ഇപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. നമ്മുടെ ഇഷ്ടത്തിന് ഇവിടെ പഠിക്കാം. ഇപ്പൊ എല്ലാവരും 5 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞാൽ അതും പറ്റാത്ത കുട്ടികളുണ്ടാവും. അപ്പൊ എന്താ അതൊന്ന് ഫ്ലെക്സിബിൾ ആക്കി കൊടുത്തു. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം പഠിക്കണം. അത്രേ ഉള്ളൂ. ഡിസംബറിൽ പോർഷൻ തീരുന്നത് വരെ എങ്ങനെയാണെന്നുള്ള കാര്യമാണ്. നമുക്കിപ്പം മൺഡേ മുതൽ തുടങ്ങിയിട്ട് സാറ്റർഡേ വരെയുള്ള പോർഷൻസ് നമുക്ക് സൺഡേ എക്സാം ആയിരിക്കും. അന്ന് അവിടെ വരെയാണോ എടുത്തത് അത് സൺഡേ എക്സാം നമുക്ക് ഉണ്ടാവും. പിന്നെ അടുത്ത വീക്കിലുള്ള എക്സാം അടുത്ത സൺഡേ, അങ്ങനെ പിന്നെ മന്ത്ലി ഒരു ക്യുമുലേറ്റീവ് എക്സാം ഉണ്ടായിരുന്നു.
ക്യുമുലേറ്റീവ് എല്ലാ മന്തിലും ലാസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്തിൻ്റെ ഫസ്റ്റ് നമുക്ക് ക്യുമുലേറ്റീവ് എക്സാം ഉണ്ടായിരുന്നു. ഒരാഴ്ച പഠിപ്പിക്കുന്നു, അതിന്റെ എക്സാം നടക്കുന്നു. അടുത്ത ആഴ്ച പഠിപ്പിക്കുന്നു, അതിന്റെ എക്സാം നടക്കുന്നു. ആ മന്തിലുള്ളത് മൊത്തം മന്ത് എൻഡിൽ എക്സാം നടത്തുന്നു. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എക്സാം സ്റ്റൈൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഡിസംബർ അവസാനമായപ്പോഴത്തേക്കും മീൻസ് ക്രിസ്മസിന് മുന്നേ നമ്മുടെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഡിസംബറിൽ കഴിഞ്ഞിട്ട് ഡിസംബറിൽ തന്നെ ഞങ്ങൾക്ക് സീരീസ് എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സീരീസ് ആയിട്ട് ഒരു 3-4 ചാപ്റ്റർ പേര് കൊടുക്കുന്നു, ആൻഡ് ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കുന്നു, അതുപോലെ അത് പഠിക്കുന്നു, അതിന്റെ എക്സാം എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 ചാപ്റ്റർ കൊടുക്കുന്നു, 3 ദിവസത്തെ ഗ്യാപ്പ്, അതിന്റെ എക്സാം. അങ്ങനെ ഭയങ്കര വൃത്തിയിൽ പോകുന്നു. ആൻഡ് ഇതിന്റെ ഒക്കെ ഇത് ഒരുമിച്ചുള്ളത് എപ്പോഴാണ്? ഇതിന്റെ ഇടയ്ക്ക് ആവുമ്പോൾ ഒരു 10-12 ചാപ്റ്റർ മാക്സിമം ആയി കഴിയുമ്പോൾ ഒരു ക്യുമുലേറ്റീവ് അതിന്റെ ഇടയിൽ കാണും. ഇങ്ങനെ 3-4 ചാപ്റ്റേഴ്സ് ഒക്കെ കൂട്ടിയിട്ട് ഒരു 12 ചാപ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ക്യുമുലേറ്റീവ് ടെസ്റ്റ്. അങ്ങനെ ഭയങ്കര ഒരു വൃത്തിക്ക് പഠിച്ച് നല്ലൊരു വിഷയം നടത്താനുള്ള സെറ്റപ്പാണ്. എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ കുറെ പെൻഡിങ് ആയിട്ടുള്ളവർക്ക് ഇതിൽ കുറെ പിടിക്കാൻ പറ്റും. അത് ബിലാൽ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. റിവിഷന് കയറി വന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇത് എന്ന് വെച്ചാൽ ഇത് അതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമുക്കാണ്, എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പലയിടത്തായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. ഫസ്റ്റ് എനിക്കാണ് ഇവിടെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ആരാന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇതിന് ശരിക്കും ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ആദ്യം മനസ്സിലായില്ല. അതൊരു വീഡിയോയിൽ ഞങ്ങൾ അന്ന് അഡ്മിഷന്റെ ടൈമിൽ വീഡിയോ മാറ്റം മൊത്തത്തില് ഇവിടുത്തെ ഫുഡ് തീരെ ഇഷ്ടാവുന്നില്ല. ഫുഡ് ഇഷ്ടമാവുന്നു. ഫുഡ് അങ്ങ് പൊക്കോണ്ടിരിക്കുക അങ്ങോട്ട്. കഴിക്കുണ്ടോ? പിന്നെ എന്താ വെള്ളിയും ഞായറും ബിരിയാണിയാണ്, പിന്നെ ചൊവ്വാഴ്ച വൈകിട്ട് പൊറോട്ടയാണ്. പൊറോട്ടയുടെ കൂടെ കിടുക്കാച്ചി ചിക്കൻ കറി. അതെ, വെറൈറ്റി ഓരോരോ ദിവസം ഓരോരോ. അതായത് ഒരു ദിവസം ചില്ലി ചിക്കൻ ആണെങ്കിൽ അഫ്ഗാനി ചിക്കൻ, പിന്നെ അഫ്ഗാനി ചിക്കൻ, ഇല്ലെങ്കിൽ എന്താ പിന്നെ അഫ്ഗാനി ചിക്കൻ. മൂസക്ക ഉള്ളതുകൊണ്ട് ബിരിയാണി എന്ന് പറയുമ്പോൾ സാധാ ബിരിയാണി അല്ല, ദം ബിരിയാണി ആയിരിക്കും. മൂസാക്ക പരിചയപ്പെടണം. മൂസാക്ക പരിചയപ്പെടാതെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റൂല. അത്ര ഒരു ഞങ്ങള് പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്നിപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും വയ്യ, നമ്മൾ പറഞ്ഞിട്ട് ചുക്കാപ്പി ഉണ്ടാക്കി തരാൻ പറ്റുമോ, അതിനുള്ളിൽ അത് വന്നിട്ടുണ്ടാവും നമുക്ക്. ഇപ്പൊ ഞാൻ അതെ കഞ്ഞി വെള്ളം അതെ എല്ലാം ഒരു വീട്ടിലെ അച്ഛനും അമ്മയും എങ്ങനെയാണോ. ഞാൻ വന്ന പോലെ എല്ലാം ഇവിടെ നിൽക്കത്തെ. ഞാൻ വന്നപ്പോൾ എനിക്കൊരു 48 കിലോ, ഇപ്പൊ ഞാൻ 60-ലോട്ട് അടുത്തോട്ട്. നമുക്ക് താഴോട്ട് ഇറങ്ങാം. വെയിറ്റ് കൂടുന്ന പോണേ മാർക്ക് കൂടുന്നുണ്ടോ? എനിക്ക് എത്തൂലടി. സാറ് തന്നെ അടിച്ചു. ഞാൻ അവിടെ ഉണ്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ഉപ്പും മുളകും മൂസാക്കയോട് പറയും തരും. മൂസാക്ക ഒരു സംഭവമാണ്. അതെ, മൂസാക്ക നമുക്കിപ്പോ പിള്ളേരെല്ലാം കഴിക്കാൻ എഴഞ്ഞെഴിഞ്ഞു വരും. പക്ഷെ നമ്മൾ ഓടി അവരുടെ അപ്പം നമ്മുടെ മെസ്സ് മൊത്തത്തിൽ ബോയ്സ് ഹോസ്റ്റലിൻ്റെ കൺസ്ട്രക്ഷൻ്റെ വർക്ക് സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് ഓൺഗോയിങ് ആണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഓക്കെ പെട്ടെന്ന് സെറ്റാക്കും. ഒരു മെയ് ഫസ്റ്റ് വീക്ക് ഓക്കെ. അപ്പൊ ഇങ്ങനെ വൈമെന്നൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് ഓരോരുത്തരെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സ്വന്തം ജോജു സാറിനാണ് കിട്ടിയത്. ജോജു സാറിനെ കുറിച്ച് പറയുമ്പോൾ 21-ാം വയസ്സിൽ ഒരു സ്ഥാപനം നടത്തി തുടങ്ങിയ ആളാണ്. ഇപ്പോൾ എത്ര വർഷമായില്ലേ? എത്ര വർഷത്തെ എക്സ്പീരിയൻസ്? 35 വർഷത്തെ എക്സ്പീരിയൻസ്. ബാക്കി പിള്ളേർ പറയും. സാറ് ഞങ്ങളിവിടെ പപ്പാന്ന് ഞങ്ങൾ വിളിക്കുന്നത്. പപ്പ ഞങ്ങൾ പറഞ്ഞു പപ്പാന്ന് വിളിച്ചോളാ പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്ത് കാര്യമാണെങ്കിലും ഞാനിപ്പോൾ ആദ്യം പോയി സംസാരിക്കുന്ന സാറിൻ്റെ അടുത്ത്. അപ്പം എന്താ ഞങ്ങളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്നിട്ട് പറയും ഞങ്ങളുടെ ഡാഡി ഇത് അറിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളെ തൊട്ടെന്ന് അറിഞ്ഞാലുണ്ടല്ലോ. ഫാക്കൽറ്റീസ് ഒക്കെ നമുക്ക് ചിലപ്പം നമ്മുടെ സാറന്മാരും അതുപോലെ തിരക്കുള്ള സാറന്മാർ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഇതായിട്ട് കിട്ടിയേ പറ്റും, ഈ വീക്ക് വേണമെന്ന് പറഞ്ഞാൽ സാർ വിളിച്ചിട്ട് ഞങ്ങളുടെ പിള്ളേർക്ക് അത് വേണം, തൃശ്ശൂർ വേണം, തൃശ്ശൂർ സാറ് വരണം, തൃശ്ശൂർ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പം ഉടനെ തന്നെ നമുക്ക് ആ ഡൗട്ട് ക്ലിയറൻസിന് ഇപ്പോൾ ഇന്നലെ തന്നെ നമുക്ക് റിഷാദ് സാർ വിഷുവിന് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ സനഫ് സാർ ഉണ്ടായിരുന്നു. ഒരു ഫുൾ ഡേ നമുക്ക് വേണ്ടി മാത്രം, റിപ്പീറ്റേഴ്സിന് വേണ്ടി മാത്രം. പിന്നെ ക്രാഷിന് വരുന്ന സാറന്മാരും നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് ഇരിക്കലുണ്ട്. ഈ തൃശ്ശൂരിന്റെ ഒരു കിരീടം വെക്കാത്ത രാജാവാണ്. ആണ് അതെ.
ഞാൻ എജുപോർട്ടിൻ്റെ ഒരു ഡയറക്ടറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളാണ് ഇവർ. അപ്പോൾ ഒരു കുട്ടിക്ക് എന്താ ആവശ്യം എന്നുള്ളത് ഒരു കുട്ടി നടന്നു വരുന്നതേ അറിയാം, ഈ കുട്ടി ഇന്ന ആവശ്യത്തിന് പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഞാൻ അവരോട് പറയാം, എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാം. അത് കിട്ടാറുണ്ട് വീട്ടിൽ, ഒക്കെ ദൈവാനുഗ്രഹമല്ല, നമ്മുടെ കഴിവൊന്നുമല്ല. ഇന്ന് കേരളത്തിൽ എനിക്ക് ഉറപ്പാണ്, എൻ്റെ 35 കൊല്ലത്തിൻ്റെ ഇതിൽ ഇന്ന് ഇതുപോലെ ഒരു നോയ്സ് ഒരു നോയ്സ് പോലും ഇവിടെ. പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് ഇവിടെ. പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും വലിയൊരു പോസിറ്റീവ് എനർജി അത് ഉറപ്പാണ്. വാർഡനാൻറ്റി ആണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോവല്ലേ, അത് ചെയ്യരുത് പറഞ്ഞാൽ ഞങ്ങളെയാണോ എതിർക്കുന്നത്? ഞങ്ങളുടെ പപ്പ ഇപ്പൊ കേല് വരും, പറയട്ടെ ചെന്ന് അങ്ങനെ പറയും, വണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം. റൂമിനെ കുറിച്ച് പറയുമ്പോൾ നല്ലൊരു ശരിക്കൊരു തണുപ്പും ഒരു വൈബും ഇവിടെയും ഉണ്ട്. 2 AC ഉണ്ട്. നല്ല വിസിബിലിറ്റി ഉണ്ടോ ബാക്ക് നോക്കാം? അതെ, സാർ എപ്പോഴും ഇതിന്റെ മുകളിൽ നിൽക്കുന്നോണ്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോഴേക്കും ലാസ്റ്റ് ബെഞ്ച് ആയിരിക്കും, നമ്മൾ കാണുമില്ല. ബ്രേക്കിനാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ടുള്ള വ്യൂ ഭയങ്കര നല്ല വ്യൂ ആണ്. നമ്മളിപ്പം പഠിച്ചൊരു തലയിൽ ഇതെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്റർവെല്ലിന് പുറത്തു പോയിട്ട് ആ മലയൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും എന്തൊരു രസം, സമാധാനം. ഞാൻ +1 +2 പഠിച്ചപ്പോഴത്തേക്കും എൻ്റെ ടെക്സ്റ്റ് ഒക്കെ ബുദ്ധിമുട്ടനായിരുന്നു. +1 +2 ടെക്സ്റ്റേ ഉപയോഗിച്ചിട്ടില്ല. ഞാനിവിടെ എൻ്റെ ഇപ്പോൾ ടെക്സ്റ്റ് കണ്ട ഇപ്പൊ എന്റെ ടെക്സ്റ്റ് എടുത്താന്ന് ചോദിക്കും എത്ര വർഷം കൊണ്ട് ഇത് പഠിക്കുവാണ്. പക്ഷെ ഒറ്റ വർഷം പഠിച്ചിട്ടുള്ളൂ. കാണിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണിക്കാൻ. സോ ഇതാണ് ഇവരെ റൂം. റൂമിലേക്ക് കയറുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് കൂളിങ്, ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു തറവാട് വൈബ്. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യും. എനിക്കൊക്കെ ഞങ്ങളുടെ തറവാടാണ്. എന്താ ഈ ഒരു റൂമുമായിട്ടുള്ള നിങ്ങളുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എങ്ങനെ? ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇത് നമ്മുടെ ഇപ്പൊ 4 ഷെയർ റൂമാണ്. അപ്പം നമ്മളിവിടെ 4 പേരായിരിക്കും ഉണ്ടാവുക. നമ്മള് വന്ന ഡേ തന്നെ നമ്മൾ 4 പേരും മെത്തേക്ക് പെറുക്കി താഴ്ത്തിട്ട് ഒരുമിച്ചാണ് കിടന്നേ. അത്ര കമ്പനിയായിരുന്നു. AC റൂമും ഇവിടെ അവൈലബിൾ ആണ്. നോൺ AC, ഞങ്ങൾ നോൺ AC ആണ്. പക്ഷെ നോൺ ACക്ക് ACയുടെ ആവശ്യമില്ല, ഇതുപോലൊരു കൂളിംഗ് ആണ് ഇവിടെ. പിന്നെ നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നത് പൂമല മിനി ഊട്ടി എന്നാണ്. അതെ, ക്ലീനിങ് സ്റ്റാഫ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് ബിന്നിലിടും, അവരൊന്ന് എടുത്തിട്ട് പോകും. ഡെയിലി ക്ലീൻ ചെയ്യാൻ വരും. പിന്നെ നമ്മുടെ ബെഡും കാര്യമൊക്കെ അവർ തന്നെ ക്ലിയർ ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നിച്ചിട്ട് ഇപ്പൊ അതുപോലെ ഇറങ്ങിപ്പോയാലും അവര് വൈകിട്ട് വരുമ്പം പെർഫെക്റ്റ് ആയിരിക്കും. ബുദ്ധിമുട്ട് അല്ല, ഞങ്ങളിവിടെ പറയലുണ്ട്, ഞങ്ങള് ഫുഡ് ഇപ്പം ഡെയിലി വീക്ക്ലി 2 ടൈംസ് ദം ബിരിയാണി, ട്യൂസ്ഡേ നൈറ്റ് നമുക്കിപ്പം പൊറോട്ടയും ഇതുപോലെ പല പല വെറൈറ്റി ചിക്കനും, സാറ്റർഡേ നമുക്ക് രാവിലെ പൂരിയും മസാലക്കറിയും, വൈകിട്ട് നമുക്ക് അപ്പവും മുട്ടക്കറിയും. ഇതൊന്നും വീട്ടിൽ പോയി ഉണ്ടാവില്ല. അമ്മയോട് വീക്കിലി 2 ടൈംസ് ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അടി വീഴുന്ന വഴിയറിയില്ല. ഞങ്ങളപ്പോ ഇവിടുന്ന് പറഞ്ഞു ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൂസാക്കോടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാഴ്സൽ അയക്കാൻ ആലപ്പുഴ. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താ. ഇത് കാണുമ്പോൾ തന്നെ ഒരു വിശാലത മനസ്സിലാവും. ഇവിടെ ഒന്നും ചെറിയ സൈസിലില്ല, ഒക്കെ വലുത് പഠിച്ച് ആ ഒരു ഇടുങ്ങിയിരിക്കുമ്പോഴത്തേക്കും നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു അങ്ങനെ ഒരു ഫീലാണ്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു പറ്റ ആടുണ്ട്. ആടിനെ ഇങ്ങനെ മേയിച്ചുകൊണ്ട് ആ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ ഇതിലേ കൊണ്ടുപോകും. പിന്നെ നമുക്കിവിടെ പശുക്കള് അതിനെ കൊണ്ടുവരും. പിന്നെ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ ഈവനിങ് മിക്കപ്പോഴും ചായ കുടിക്കാൻ നേരത്തൊക്കെ മയില് വന്ന് നിൽക്കലുണ്ട്. ഭയങ്കര നമുക്കൊരു നമുക്ക് വെളിയിലോട്ട് നോക്കുമ്പോൾ തന്നെ നല്ല രസം. കുറച്ച് മൈൻഡ് മാറും. പഠിത്തത്തിൽ നിന്നൊക്കെ ഭയങ്കര ഫ്രീ ആവും. അപ്പം നമുക്ക് നല്ല ഒരു ഭാരം എടുത്ത് താത്തു വെച്ച പോലെ ഇവിടെ കാറ്റും ഈ പ്രകൃതിയും ഒക്കെ കണ്ട് നമുക്കൊരു അതെ. ഇവിടുന്ന് ഇവിടുന്ന് ചായ എടുത്തിട്ട് നമ്മള് സ്നാക്കുമായിട്ട് ബസ്സിൽ നിന്ന് നേരെ ഇവിടെ വന്നിരിക്കും. ഇവിടെ നിന്ന് ഒരു ½ അവർ ഒക്കെ ഇരിക്കലുണ്ട്. എന്നിട്ട് എന്താ ഇവിടെ പൂനെയൊക്കെ പിച്ചുമ്പോഴത്തേക്ക് എല്ലാവരും കളിയാക്കും, നീ അതിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്തു. ഞങ്ങൾ പഠിക്കുന്ന കാര്യമായിട്ട് അവിടുത്തെ മാങ്ങൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ മാങ്ങ നമുക്ക് പിച്ചാൻ പറ്റുന്ന രീതി താത്താന്നാണ്. പക്ഷെ അത് നമ്മള് പറമ്പല്ലാന്ന് തോന്നുന്നു. അങ്ങനെ പറയുന്നത്. ശരി, പിന്നെ
ഇല്ല. ഓക്കെ, പിന്നെന്താ ലാസ്റ്റ് ഞങ്ങള് ഇടയ്ക്കൊക്കെ ഭയങ്കര എല്ലാവരും നല്ല സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോഴത്തേക്കും മിസ്സുമാർ പറയും നമുക്കൊന്ന് വെളിയെ ഇരിക്കാം, ചായ കുടിക്കാൻ നേരം എല്ലാവർക്കും ഇരിക്കാം. അതെ പറയും. എന്നിട്ട് ഇവിടെ എല്ലാവരും കൂടി ഇരിക്കും. സത്യം പറഞ്ഞാൽ ഏതെങ്കിലും റിപ്പീറ്റേഴ്സ് ചെയ്യുന്ന പരിപാടിയാണോന്ന് അറിയത്തില്ല. ഞങ്ങളിവിടെ ഓടിപ്പിടുത്തം കളിക്കലുണ്ട് വൈകിട്ട്. എന്നിട്ട് ഒരാൾ ഇതുവഴി ഓടും, അതുവഴി ഇറങ്ങി ഓടി ആരെങ്കിലും പിടിക്കും. പിന്നെ കണ്ണുപൊത്തി എല്ലാ പരിപാടിയും ഞങ്ങളിവിടെ വൈകിട്ട് ഒരു അരമണിക്കൂർ. പഠിക്കേണ്ട ടൈം നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ നമ്മൾ ചെറിയൊരു ടൈം നമ്മൾ ഒരു മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ യൂസ് ചെയ്യുന്ന വളരെ വരുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര എപ്പോഴും പഠിച്ച് ഇതാണോ ഇങ്ങനാണോ റിപ്പീറ്റ് എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയാണ്. ഇപ്പം ഇവിടെ എല്ലായിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളെങ്ങും വിടത്തില്ല, ഞങ്ങൾ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഞങ്ങളെ വെളിയിൽ ഇറക്കത്തില്ല, ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ് പഠിച്ച്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഫ്രീയാണ്. കാരണം അവർക്ക് മനസ്സിലാവും ഇവർക്ക് ഭയങ്കര ഇതായിരിക്കും, ഇവരിനി പഠിച്ചാലും ഇവരുടെ തലയിലൊന്നും കയറത്തില്ല, വെറുതെ ഇരിക്കുമായിരിക്കും. അപ്പോൾ വെളിയിലിറങ്ങാം, കുറച്ച് നേരത്തേക്ക് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ നമുക്കൊരു ഇതായിരിക്കും, വെളിയിൽ ഇറങ്ങുന്നുണ്ടല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു എനർജി ആയിരിക്കും. നമുക്കറിയാം വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഉഷാറാണ്. പിന്നെ മേലൊഴുകിയിട്ടൊക്കെ വന്നിരുന്നു പഠിക്കാനിരിക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ. നമ്മുടെ ക്ലാസ്സും അങ്ങനെ തന്നെ. ക്ലാസ് ഇപ്പോൾ സാറന്മാരാണെങ്കിലും പറയും ബോറടിക്കുന്നുണ്ട്. എന്നാൽ ഞാനൊരു കഥ പറയട്ടെ. റിപ്പീറ്റർ എന്നുള്ള നിലയ്ക്ക് എജുപോർട്ട് തൃശ്ശൂർ എനിക്ക് നല്ല രീതിയിലൊരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് തോന്നുന്നുണ്ട്. ലൈക്ക് നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട്, നമ്മൾക്ക് എന്നാൽ സ്ട്രെസ് ഫ്രീ ആണ്. മെൻറ്റേഴ്സ് ആണെങ്കിലും വാർഡൻ ആണെങ്കിലും നമുക്ക് എപ്പോഴും അവൈലബിളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാ കാര്യവും നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കും. ഇപ്പം സാറിനോട് ചോദിച്ചാൽ എന്തെങ്കിലും തോന്നുമോ, ഇത്ര ചെറുതാണോ നീ എന്നോട് ചോദിക്കുന്നേ, നിനക്ക് ഇത്രയായിട്ട് ഇത് അറിയത്തില്ലേ? മീൻസ് അങ്ങനൊന്നുമില്ല. നമ്മൾ ഏത് പൊട്ട ക്വസ്റ്റ്യൻ തൊട്ട് ഏത് നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അവർ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒന്നും അങ്ങനെ ചെറുതാക്കിയൊന്നും കാണില്ല. ഇങ്ങനെയായിരിക്കും മോനെ, ഇത് ഇത്ര ഉള്ളടാ, ഇതിങ്ങനെ ചെയ്താൽ മതി, അപ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ. അപ്പം നമുക്കൊരു മനസ്സിൽ ഇതേം ഇത് ചോദിക്കണ്ട. പക്ഷെ അങ്ങനെ ഒരു നമ്മുടെ മനസ്സിൽ തോന്നിക്കാത്ത വിധമാണ് അവർ പറഞ്ഞു തരുന്നത്. കുഴപ്പമില്ല, നീ എന്ത് വേണേലും ചോദിച്ചോ, നീ എന്ത് ചോദ്യങ്ങളിൽ നിന്നാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷൻ, ഭയങ്കര നമുക്ക് അപ്പം തന്നെ എല്ലാം ചോദിക്കുള്ളൂ. ഇപ്പോൾ സാറന്മാരാണ് എനിക്ക് തോന്നുന്നു. സനഫ് സാറൊക്കെ എനിക്കിങ്ങനെ ഞാൻ കുറേ ലീവൊക്കെ ആയിട്ടുള്ള സമയത്ത് എനിക്ക് പേഴ്സണലി ഫോണിൽ കൂടി ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പം നമ്മൾ ചെന്നിട്ട് തൃശ്ശൂരാണ്, എനിക്ക് ഇന്നതുപോലെ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ അവൈലബിൾ ആവുന്ന ആ ഒരു ടൈമിൽ തന്നെ അവരത് പറഞ്ഞു തന്ന് ക്ലിയർ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും എല്ലാ സാറന്മാരും ലാസ്റ്റ് ഇനി ഇങ്ങോട്ട് വരാത്ത സാറന്മാരുണ്ടെങ്കിൽ അവർ വന്നിട്ട് പറയും നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മെയ് 3 വരെ എന്തൊക്കെ വേണോ അതെല്ലാം നിങ്ങൾ ചോദിച്ചോ, സമയം ഒന്നും ഇതാക്കണ്ട, നിങ്ങൾ ചോദിച്ചോ. എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ ഒന്ന് പറയണം. പക്ഷേ എത്ര നിങ്ങൾക്ക് എങ്ങനെ എഴുതിയിട്ട് ഇത്ര കൊള്ളത്തില്ലെങ്കിലും എത്ര നല്ലതാണെങ്കിലും ഇന്നലെ തന്നെ ഷഹീർ സാർ ഞങ്ങളെല്ലാം കാണണമെന്ന് പറഞ്ഞ് ക്ലാസ് വിളിച്ചിട്ട് ജഡ്ജ് ചെയ്യത്തില്ല. നിനക്ക് എന്താ കിട്ടിയത് അത് നീ വന്ന് പറയാൻ തോന്നുവാണെങ്കിൽ വന്ന് എന്തായാലും പറയണം. നിനക്കിപ്പം കുറഞ്ഞ മാർക്കാണ്, ഓക്കെ, ഞാൻ എന്തായാലും അതെന്താ അങ്ങനെ, നിനക്കെന്താ കുറഞ്ഞു പോയെന്നൊന്നും ഒരിക്കലും ചോദിക്കും. അത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ആ 3 മണിക്കൂർ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, അത് ഭയങ്കര ദൈവത്തിൻ്റെ ഭയങ്കര ഇതാണ്. അപ്പം അത് സാറ് പറഞ്ഞിട്ടുണ്ട്, നീ ആ 3 മണിക്കൂർ നിനക്കറിയാവുന്ന എഴുതി വെച്ചിട്ട് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യാൻ ഞാനൊന്നും ആൾക്കാരില്ല. അപ്പം അത് നീ വിളിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ അയ്യോ നീ എന്താ അതങ്ങനെ എഴുതിയേ, നിനക്കെന്താ കൂടുതൽ എഴുതാൻ പറ്റാത്തത്, അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. സാറ് ഒരു ഡീമോട്ടിവേഷനും ചെയ്യത്തില്ല. ഇന്നലെ തന്നെ ഞാൻ ഭയങ്കര പോസിറ്റീവായി. ഷഹീർ സാർ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇന്നലെ ഇച്ചിരി ഒന്ന് ബേൺ ഔട്ടായിട്ട് കരഞ്ഞിട്ടൊക്കെ സാറിനോട് ചോദിച്ചു നീ എന്താ കരയുന്നതെന്ന്. അപ്പോൾ ഞാൻ അത് പറഞ്ഞു ടെൻഷനായിട്ടാണ്. അപ്പോൾ ചോദിച്ചു നീ ലോകത്ത് നിൽക്കാനുള്ള ഒരു പാസ്സാവാനുള്ള എക്സാം അല്ല, നിന്നെ ഈ എക്സാമിന് ഇത് കിട്ടിയില്ല പറഞ്ഞിട്ട് ആരും ലോകത്തുനിന്ന് എടുത്ത് കളയത്തില്ല, നിന്നെ ഏത് കോലത്തിലാണെങ്കിലും അച്ഛനും അമ്മയും ഞങ്ങളും ഒക്കെ സ്വീകരിക്കും. അപ്പം നീ അത് ഈ ലോകത്ത് നിൽക്കാനുള്ള ഒരു എക്സാം ആണെന്നിട്ട് ഇത്ര ടെൻഷനാണ്, അത് എങ്ങനെ നമ്മളെ ടെൻഷൻ ഫ്രീ ആക്കാവോ? അങ്ങനെയാണ് ഫാക്കൽറ്റീസും എല്ലാവരും അങ്ങനെ സംസാരിക്കും. പൂവ് കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് എൻഡ് ചെയ്താലോ? പൂവ് കൊണ്ട് ഒരു ബൊക്കെ ഉണ്ടാക്കിയാലോ? അത് ബൊക്കെയാ, അത് പിച്ചിട്ട് ബൊക്കെ ആക്കാനോ? അപ്പൊ നമുക്കൊരു ബൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപസംഹരിക്കാം. ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങള്. ഇതിപ്പോ എല്ലാ വെറൈറ്റി ഉണ്ടല്ലോ, മീൻസ് ഡബിൾ ഷെയ്ഡ് ഉണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ടാ സീരിയസ്ലി അമ്മ പറയുന്നുണ്ട് ഇവിടെ നിന്നൊരു കമ്പൊക്കെ കൊണ്ടുപോകണം. യെസ്, അടിപൊളി. നോക്കി എല്ലാ കളേഴ്സും ഉണ്ട്, അടിപൊളി. ഇതാണെങ്കിൽ വേറൊരു സ്റ്റൈലിൽ കുറച്ചുകൂടി വലുതാണ്. സോ ഒന്ന് മൈക്ക് ഇങ്ങോട്ടൊന്ന് വെച്ചേ.
സോ റിപ്പീറ്റ് ചെയ്യാൻ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ എജുപോർട്ടിൻ്റെ ക്യാമ്പസിൽ ഫസ്റ്റ് വീക്ക് തന്നെ ക്ലാസ് തുടങ്ങുന്നതാണ്. ഉറപ്പായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിപ്പീറ്റ് ലൈഫ് ഇവരുണ്ടാക്കി ഈ ബൊക്ക പോലെ കളർഫുൾ ആവും എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഒന്നുമില്ല. ഓക്കെ ശരി. ഓക്കെ ബൈ.